ഉടുപ്പി ജില്ലയിലെ കാർക്കലിലെ ഗോമണേശ്വര ടെമ്പിൾ കാണാനായിട്ട് എത്തിയിരിക്കുകയാണ്. 200 സ്റ്റെപ്പ് നടന്നു വേണം നമ്മൾ ആ ടെമ്പിളിലേക്ക് എത്താനായിട്ട്. എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ വ്യവസ്ഥമായിട്ട് നിൽക്കുന്നത് എന്നുള്ള കാരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് തെറ്റായിട്ടുള്ള കഥകളും കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. സെന്റ് ലോറൻസ് ചർച്ചിൽ എത്തിയിരിക്കുകയാണ്. ചർച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവരും ആ കുളം ഇവിടെ ഉണ്ട് കേട്ടോ. ആൾക്കാർ അവിടെ നിന്ന് പോയി വെള്ളമൊക്കെ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഇവിടെ വെക്കുക. അത്രേ ഉള്ളൂ. ഹലോ, നമസ്കാരം. പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കാർക്കലിൽ തന്നെയാണ്. ഉടുപ്പി ജില്ലയിലെ കാർക്കലിലെ ഗോമണേശ്വര ടെമ്പിൾ കാണാനായിട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ. അതായത് ജൈനമത ടെമ്പിളാണ്. അതായത് ഒരുപാട് ജൈനമത സെറ്റിൽമെൻ്റ് ഉള്ള സ്ഥലമാണ് നമ്മുടെ കാർക്കല ഭാഗത്ത്. അപ്പോൾ ജൈനമതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെമ്പിളാണ് ഗോമണേശ്വര ടെമ്പിൾ. അതായത് ബാഹുബലി പ്രതിമയുള്ള ഒരു, അതായത് നമ്മളൊക്കെ പഴയ നമ്മുടെ ഹിസ്റ്ററി ബുക്കുകളൊക്കെ കണ്ടിട്ടുള്ള ബാഹുബലി പ്രതിമയുള്ള ജൈനമത ടെമ്പിളാണ് ഗോമണേശ്വര ടെമ്പിൾ. അതുപോലെ തന്നെ 200 സ്റ്റെപ്പ് നടന്ന് വേണം നമ്മൾ ആ ടെമ്പിളിലേക്ക് എത്താനായിട്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോക്കകത്തുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് സെൻറ്റ് ലോറൻസ് ചർച്ച് കൂടെ പോകും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളായിരിക്കും ഈ വീഡിയോക്കകത്തുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലെന്നി. വെൽക്കം ടു LT ഡ്രീംസ്. രാവിലെ തന്നെ നമ്മളൊരു 200 സ്റ്റെപ്പ് കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. അതായത് കാർക്കല അവിടുന്ന് ടൗണിൽ നിന്ന് ഒരു തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഈ ക്ഷേത്രം. വലിയ ദൂരമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടുത്തെ പ്രധാനപ്പെട്ട രണ്ട് ആകർഷണങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഈ ഗോമണേശ്വര ടെമ്പിളും അതുപോലെ സെൻറ്റ് ലോറൻസ് ചർച്ചും കേട്ടോ. രണ്ടും പ്രസിദ്ധമാണ്. അപ്പോൾ നമ്മൾ നേടെ വിശാലമായിട്ടുള്ള ഈ സ്റ്റെപ്പ് കയറാൻ വേണ്ടി പോവാം കേട്ടോ. ആദ്യത്തെ സ്റ്റെപ്പ് വലിയ കുഴപ്പമില്ലായിരുന്നു. ഇത് കണ്ടില്ലേ, ഇവിടുന്ന് മറ്റേ കുഞ്ഞൊരു സ്റ്റെപ്പ് അങ്ങ് മലയിലേക്ക് കിടക്കുകയാണ് കേട്ടോ. കല്ല് വെട്ടിയിട്ടുണ്ട്. നമുക്ക് കൈപ്പിടികളുണ്ട് പിടിച്ച് കയറാൻ വേണ്ടി. പോരെ, അപ്പോൾ തുടങ്ങിയേക്കാം. ഇവിടുത്തെ വലിയ ഉത്സവമൊക്കെ ഭയങ്കര പ്രസിദ്ധമാണ് കേട്ടോ. ഉത്സവം എന്ന് പറഞ്ഞാൽ 12 വർഷം കൂടുമ്പോഴെങ്ങാണ്ടാണ് ഇതിൻ്റെ ഒരു ഉത്സവം അങ്ങോട്ട് നടക്കുന്നത്. നമ്മൾ സ്റ്റെപ്പ് കയറി മുകളിലെത്തുന്ന കാഴ്ച ഇതാണ്. ഒരു സ്തൂപം. സ്തൂപത്തിന് തൊട്ട് പുറയിലായിട്ട് നമുക്ക് ബാഹുബലി പ്രതിമ, ആ വലിയ നിർമ്മിതി കാണാൻ പറ്റും കേട്ടോ. നമ്മൾ കയറി വരുമ്പോൾ എൻട്രൻസിന് അവിടെ തന്നെ ബ്രഹ്മാക്ഷ സ്തൂപമുണ്ട് കേട്ടോ. ഒരു ഒറ്റക്കല്ലിൽ തീർത്ത ഒരു വലിയ സ്തൂപമുണ്ട്. അതിൻ്റെ അവിടെ പ്രധാന കവാടത്തിലൂടെയാണ് നമ്മൾ ടെമ്പിളിലേക്ക് കിടക്കുന്നത്. ചെരുപ്പ് ഇടാൻ പറ്റത്തില്ല. ചെരുപ്പ് അഴിച്ചു വെച്ചിട്ട് വേണം നമ്മൾ അകത്തേക്ക് പ്രവേശിക്കാൻ. അകത്തേക്ക് ഫുഡ് ഐറ്റംസ് ഒന്നും പാടില്ല, സ്മോക്ക് ചെയ്യാൻ പാടില്ല. നമ്മുടെ ചെരുപ്പുകൾ പുറത്ത് വിടണം, ക്ലീനായിട്ട് സൂക്ഷിക്കണം. അപ്പം നമ്മൾ ചെരുപ്പ് ഇവിടെ അഴിച്ചു വെച്ചിട്ട് നമ്മൾ അകത്തോട്ട് കയറും കേട്ടോ. അപ്പം നമ്മൾ അകത്ത് പ്രവേശിച്ചു. നമ്മുടെ മുന്നിൽ കാണുന്നതാണ് ബാഹുബലി പ്രതിമ കേട്ടോ. ഹായ് ഹായ് ഹായ്. നമ്മളിപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പറയുന്നത്. അതായത് നമുക്ക് ഈ രൂപം കാണുമ്പോൾ പലർക്കും ഇതുമായി സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് തെറ്റായ കഥകളും കാര്യങ്ങളും, ഇത് എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ വ്യവസ്ഥനായിട്ട് നിൽക്കുന്നത് എന്നുള്ള കാരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് തെറ്റായിട്ടുള്ള കഥകളും കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നുമല്ല. ഇന്ന് കൃത്യമായിട്ടുള്ള ഐതിഹ്യം അനുസരിച്ചുള്ള കഥയാണ് നമ്മൾ പറയുന്നത്. ബാഹുബലി ആദ്യ തീർത്ഥങ്കരനായ രഷത് ദേവൻ്റെയും സുനിതാദേവിയുടെയും മകനായി അയോധ്യയിൽ ജനിച്ചു. വൈദ്യശാസ്ത്രം, അമ്പെയ്ത്ത് എന്നിവയിൽ അസാധ്യ വൈഭവമുള്ള ആളായിരുന്നു ബാഹുബലി. അദ്ദേഹത്തിൻ്റെ അച്ഛൻ രഷത് ദേവൻ സന്യാസം സ്വീകരിക്കാനായി തീരുമാനിച്ചപ്പോൾ തൻ്റെ സാമ്രാജ്യം തൻ്റെ 100 മക്കൾക്കായി വിഭജിച്ചു കൊടുക്കുവാൻ തീരുമാനിച്ചു. ഭരതന് അയോധ്യയും ബാഹുബലിക്ക് നിലവിലുള്ള ദക്ഷിണ ഇന്ത്യയുമാണ് ലഭിച്ചത്. ഭരതന് തങ്ങളുടെ സാമ്രാജ്യമെല്ലാം എഴുതി നൽകി ബാക്കി 98 സഹോദരങ്ങൾ സന്യാസം സ്വീകരിച്ചു. എന്നാൽ ഭരതനെ പോലെ തന്നെ ബാഹുബലിയും അസാമാന്യ കഴിവുകളുള്ള ഒരാളായിരുന്നു. ബാഹുബലി തൻ്റെ ജ്യേഷ്ഠനായ ഭരതനെ യുദ്ധത്തിനായി വെല്ലുവിളിച്ചു. ഒടുവിൽ ഇരുവശങ്ങളിലുള്ള മന്ത്രിമാർ ഇങ്ങനെ പറഞ്ഞു: അവർ ഒരിക്കലും കൊല്ലപ്പെടുകയില്ല. യുദ്ധത്തിൽ മുറിവേൽപ്പിക്കാൻ കഴിയാത്ത വിധം ശരീരം 2 പേർക്കുമുണ്ട്. അതിനാൽ ഇത് അവർ മറ്റു രീതിയിൽ പരിഹരിക്കട്ടെ.
അങ്ങനെ ഇമം വെട്ടാതെ രണ്ടുപേരും നോക്കി നിന്നും ജലയുദ്ധവും മല്ലയുദ്ധവും നടത്തിയപ്പോൾ ജ്യേഷ്ഠനായ ഭരതനെ ബാഹുബലി നിഷ്കരണം തോൽപ്പിച്ചു. ഈ പോരാട്ടത്തിന് ശേഷം ബാഹുബലിക്ക് ലോകത്തോടും ജീവിതത്തോടും വെറുപ്പും മടുപ്പും തോന്നി. തൻ്റെ സാമ്രാജ്യവും രാജപദവിയും ആഭരണങ്ങളും വസ്ത്രങ്ങളും ത്യജിച്ച് സന്യാസിയാകാൻ പുറപ്പെട്ടു. 1 വർഷം നിശ്ചലനായി ധ്യാനത്തിൽ നിൽക്കുവാനാണ് അദ്ദേഹത്തിന് ബോധോദയമുണ്ടായത്. 1 വർഷം തപസ് നിൽക്കുന്ന കാലയളവിൽ വള്ളിച്ചെടികളും ഉറുമ്പുകളും ആ ശരീരത്തെ വലയം ചെയ്തു. എന്നിട്ടും അദ്ദേഹം ധ്യാനം തുടർന്നു. ജൈനമത ഗ്രന്ഥമായ ആദിപുരാണയിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. വർഷത്തിൻ്റെ അവസാന നാളുകളിൽ ജ്യേഷ്ഠനായ ഭരതൻ ബാഹുബലിയെ വന്ന് കാണുകയും ആദരവോടെ ബഹുമാനിക്കുകയും ചെയ്തു. ഭരതന് താൻ കാരണമുണ്ടായ അപമാനം നീണ്ടകാലം ബാഹുബലിയെ വേട്ടയാടിക്കൊണ്ടിരുന്നു. അതിൽ മോക്ഷം ലഭിക്കുന്നത് ഭരതൻ്റെ അവസാനത്തെ വരവോടുകൂടിയാണ്. ഒടുവിൽ എല്ലാത്തിൽ നിന്നും മോക്ഷം കിട്ടിയിട്ടും ബാഹുബലി ഒരു ദിഗംബര സന്യാസിയായി ജീവിച്ചു എന്നാണ് ഐതിഹ്യം പറയുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ ബാഹുബലി പ്രതിമയാണ് കേട്ടോ നമ്മുടെ ഇപ്പുറയിൽ കാണുന്ന ബാഹുബലി പ്രതിമ. 42 ഫീറ്റാണ് ഇതിൻ്റെ ഉയരം വരുന്നത്. അതുപോലെ തന്നെ 1432 ഇത് നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ. ഒരുപാട് 16ഓളം ക്ഷേത്രങ്ങളും സെറ്റിൽമെൻറ്റുകളും ഒക്കെ ഉണ്ട് ഇവിടെ. എന്നാൽ ഏറ്റവും വലിയ ബാഹുബലി പ്രതിമ നമ്മുടെ ഹസൻ ജില്ലയിൽ, അത് കർണാടകയിലെ തന്നെ ഹസനിനടുത്തുള്ള ശ്രാവണ ബംഗോളയിലാണ് അവിടെ ഏറ്റവും വലിയ നമ്മുടെ ബാഹുബലി പ്രതിമയുള്ളത്. അത് കഴിഞ്ഞാൽ ഉടനെ ഏറ്റവും വലിയ രണ്ടാമത്തെ ബാഹുബലി പ്രതിമയാണ് നമ്മുടെ കാർക്കളയിലുള്ള ഗോമുണ്ടേശ്വര ടെമ്പിളിലുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഇതിൻ്റെ ബാക്ക് സൈഡിൽ, അതായത് ജൈനമത വിശ്വാസ പ്രകാരമുള്ള 23 തീർത്ഥങ്കരന്മാരെന്നാണ് അവരറിയപ്പെടുന്നത്. അവരുടെ പ്രതിമകൾ അവിടെ കുത്തിവെച്ചിട്ടുണ്ട്. അതുകൂടെ കണ്ടിട്ട് നമുക്ക് പോകാം. ജൈനമത വിശ്വാസപ്രകാരമുള്ള 24 തീർത്ഥങ്കരന്മാരുടെ പ്രതിമകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഒരുപാട് പഴയത് ഉണ്ടായിരുന്നതൊക്കെ ഒത്തിരി ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട്. അതായത് ഓരോ പഴയകാല രാജഭരണത്തിൻ്റെ കാലത്ത് ഇതുപോലെയുള്ള ഓരോ മതങ്ങൾക്കെതിരെയുള്ള ഒരു എന്നാ പറയുന്നത് കടന്നുകയറ്റത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രതിമകളും അമ്പലങ്ങളും അതൊക്കെ തകർക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇതും തകർക്കപ്പെട്ടത്. അതിൻ്റെ കുറേയൊക്കെ പ്രതിമകൾ നഷ്ടപ്പെട്ടെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും അവശേഷിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ജൈനമത ടെമ്പിളാണ് നമ്മുടെ ഗോമുണ്ടേശ്വര ടെമ്പിൾ. 24 തീർത്ഥങ്കരന്മാർ, ജൈനമത വിശ്വാസ പ്രകാരമുള്ള 24 തീർത്ഥങ്കരന്മാരുടെ പേരാണ് ഇപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഓം ഹ്രീം ശ്രീ വൃഷഭ, അജിത, ശംഭവ, അഭിനന്ദന, സുമതി, പദ്മപ്രഭ, സുപാർശ, ചന്ദ്രപ്രഭ, പുഷ്പദന്ത, ശീതല, ശ്രേಯಾಂಸ, ವಾಸ್ಪೂಜ್ಯ, ವಿಮಲ, ಅನಂತ, ಧರ್ಮ, ಶಾಂತಿ, ಕುಂತು, ಅರ, ಮಲ್ಲಿ, ಮುನಿಸುರತ, ನಮಿ, ನೇಮಿ, പാർശ്വ, വർദ്ധമാന മഹാവീര. ഓക്കെ, താങ്ക് യു മാം. ആ രൂപം നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാകും അദ്ദേഹത്തിൻ്റെ നിന്ന് ധ്യാനിച്ച 1 വർഷക്കാലത്തോളം നിന്ന് ധ്യാനിക്കുമ്പോൾ ചെടികൾ, വള്ളിച്ചെടികളാൽ അദ്ദേഹത്തെ മൂടപ്പെടുമായിരുന്നു, ചുറ്റി വരഞ്ഞ്. എന്നിട്ട് അദ്ദേഹം ധ്യാനം നിർത്തിയിട്ടില്ല. അപ്പോൾ അതേണ്ട ആ രൂപത്തിൽ ആ വള്ളികൾ പടർന്ന് നിൽക്കുന്ന അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുവാണ് കേട്ടോ. ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് നമ്മൾ 200 സ്റ്റെപ്പ് ഇറങ്ങി വേണം താഴോട്ട് എല്ലാമായിട്ട്. ഇതിൻ്റെ മുകളിൽ ഇപ്പം ഇത്രയും ചൂടും കാര്യങ്ങളുണ്ടായാലും ചെറിയൊരു തണുപ്പും കാര്യങ്ങളും, ഒരു ചെറിയ തണുത്ത കാറ്റൊക്കെ ആയിട്ടുണ്ടല്ലോ, ഒരു സുഖമുള്ളൊരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അത് ഏത് ആരാധനാലയമാണെങ്കിലും അതിൻ്റെ അകത്ത് കയറി ചെല്ലുമ്പോൾ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് സത്യമാണ്. ബാഹുബലി സിനിമ ഇറങ്ങിയതോടെ എല്ലാവരുടെയും മനസ്സിൽ അതായിരിക്കും ഓടിയെത്തുന്നത്, ബാഹുബലി പ്രതിമ എന്നുള്ളത്. അതൊക്കെ വെറും അഭിനയം മാത്രമാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ജീവിച്ചൊരു മനുഷ്യൻ്റെ വലിയൊരു പ്രതിമയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. സിനിമയുടെ കഥയും ഇതിൻ്റെ ഐതിഹ്യവും തമ്മിൽ ചെറിയൊരു സാമ്യവും കാര്യങ്ങളുമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോകണം കേട്ടോ. നമുക്ക് ഇവിടെ നിന്നുള്ളൊരു മനോഹരമായിട്ടുള്ള ദൃശ്യം കൂടെ കണ്ടിട്ട് നമുക്ക് താഴേക്ക് ഇറങ്ങാം. താഴെ നമുക്ക് കാർക്കള എന്ന മനോഹരമായ ഗ്രാമത്തിൻ്റെ പ്രകൃതി ഭംഗി ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഒരു 360 ഡിഗ്രിയിൽ അത്രയ്ക്കും മനോഹരമാണ്. കുഞ്ഞൊരു പട്ടണമാണ്, കുഞ്ഞൊരു പട്ടണം എന്ന് തന്നെ പറയാം. ഒരുപാട് ഗ്രാമപ്രദേശങ്ങൾ. ഞാനിവിടെ വന്നപ്പോൾ ഞാൻ കണ്ട എന്നാന്ന് വെച്ചാണല്ലോ, ഒരു 10 കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിലെ അതുപോലത്തെ ഒരു കാഴ്ചകളാണ്. അതായത് നമ്മുടെ ഒരു കർണാടകയിലെ ഒരു അങ്ങനത്തെ ഒരു സ്പെഷ്യലായിട്ടുള്ളത്, നമ്മൾ മലബാർ സൈഡിൽ കൂടെ പോകുന്ന പോലെയൊക്കെ നമുക്ക് തോന്നത്തുള്ളൂ. അതൊരു എന്നാ പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ, സാധാരണക്കാരായ ആൾക്കാർ ഒരുപാട് പേര്, എല്ലാവരും കൃഷിയാണ് മെയിനായിട്ടുള്ളത്, ഒരുപാട് പറമ്പും കാര്യങ്ങളൊക്കെ ഉള്ളത്. അങ്ങനെ ഒരു കാർഷിക ഗ്രാമമാണ് കാർക്കള കേട്ടോ. അവിടുത്തെ തന്നെ അതിവിശാലമായ ഗംഭീരമായിട്ടുള്ളൊരു വ്യൂ ആട്ടോ ഇവിടെ നിന്ന് കിട്ടുന്ന. ഈവനിങ് ഒക്കെ ആണെങ്കിൽ മനോഹരമായിരിക്കും, ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഈ കാഴ്ചകൾ കണ്ട് ഈ സ്റ്റെപ്പ് ഇറങ്ങി നമ്മൾ പുറത്തോട്ട് പോകണം കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് സെൻറ്റ് ലോറൻസ് ചർച്ചിലേക്കാണ് കേട്ടോ പോകുന്നത്.
അതാണ് നമ്മുടെ ഗോലി സോഡയാണ് കേട്ടോ. സ്റ്റിക്കർ മാറ്റുക, ഇതുണ്ട്, ഇതിവിടെ വെക്കുക, ഇത്രേ ഉള്ളൂ. ഓഫ്. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാധനം കേട്ടോ. നാരങ്ങായ ഇഞ്ചിയെല്ലാം അങ്ങോട്ട് ഇട്ടിട്ട് കൊള്ളാം. അവിടെ നമ്മളുണ്ടല്ലോ ഒരു ഇലക്ട്രിക് ഓട്ടോ വിളിച്ചിട്ട് നമ്മൾ അത്തൂർ ചർച്ച്, അതായത് സെൻറ്റ് ലോറൻസ് ചർച്ചിലേക്ക് പോകാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സെൻറ്റ് ലോറൻസ് ചർച്ചിലെത്തിയിരിക്കുകയാണ് കേട്ടോ. അത്തൂർ ചർച്ച് എന്ന് പറഞ്ഞാലാണ് ഇവിടെ എല്ലാവരും അറിയുന്നത്. അതായത് ഉടുപ്പി, അതായത് നമ്മുടെ കാർക്കലയ്ക്കടുത്തുള്ള അത്തൂർ എന്ന സ്ഥലത്താണ് എന്താ ഈ സെൻറ്റ് ലോറൻസ് ചർച്ച്, എന്താ മനോഹരമായിട്ടുള്ള ഈ ചർച്ച് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇതിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും നമുക്ക് കാണാം. അതായത് ഇതിൻ്റെ ഒരു വലിയൊരു ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സെൻറ്റ് ലോറൻസ് ചർച്ചിൻ്റെ ഒരുപാട് കഥകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് നമുക്ക് പറയാം. അതായത് ഈ വിശാലമായിട്ടുള്ള ഒരു മനോഹരമായിട്ടൊരു ചർച്ച് കേട്ടോ. 1901 നിർമ്മിച്ച ചർച്ചാണ് നമ്മൾ പുറകിൽ കാണുന്നത്. അപ്പോൾ അതിന് മുമ്പുള്ള ഒരു വമ്പൻ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പള്ളിക്ക്. അപ്പം 1901 നിർമ്മിച്ച ഈ പള്ളിയുടെ മനോഹരമായ ദൃശ്യങ്ങളാണ് നമ്മൾ പുറകിൽ കാണുന്നത്. അപ്പോൾ പള്ളിയുടെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് പള്ളിയിൽ കുർബാന നടക്കുകയെന്ന് തോന്നുന്നു. അതിൻ്റെ ആൾക്കാരോ കാര്യങ്ങളുണ്ട്, വെഡ്ഡിങ് ആണോന്നൊന്നും അറിയത്തില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് പള്ളിക്കകത്തോട് കയറി പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ പുറത്തുള്ള കാഴ്ചകൾ കണ്ടിട്ട് തിരിച്ചു പോകട്ടോ. കട്ട ചൂടാണ്. 11:30. ടിപ്പു സുൽത്താൻ മൈസൂർ ഭരിച്ചിരുന്ന കാലത്ത് ഈ ദേവാലയം ഇരിക്കുന്ന സ്ഥലത്തു നിന്നും 7 കിലോമീറ്റർ മാറിയാണ് അന്നത്തെ ദേവാലയം ഉണ്ടായിരുന്നത്. അന്ന് ഒരുപാട് പീഡനങ്ങൾ സഹിക്കേണ്ടി വന്ന കാലമായിരുന്നു ക്രൈസ്തവർക്ക്. അന്നുണ്ടായിരുന്ന ദേവാലയം സൈന്യം നശിപ്പിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തു. അന്ന് അവിടെ ഉണ്ടായിരുന്നവരെ ശ്രീരംഗപട്ടണത്തിൽ ജയിലിലാക്കി. 1801 അവർ ജയിലിൽ നിന്നും മോചിതരാകുന്നത്. അതിനുശേഷം ഒരു പുതിയ ദേവാലയം നിർമ്മിക്കാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ വിശുദ്ധ ലോറൻസിൻ്റെ നാമധേയത്തിൽ ഒരു ദേവാലയം നിർമ്മിക്കാനായി 1839 ഗോവയിൽ ഒരു പുരോഹിതൻ്റെ നേതൃത്വത്തിൽ പള്ളി പണിയാനെന്ന സ്ഥലം നോക്കി അവർ യാത്ര പുറപ്പെട്ടു. യാത്രയിൽ ക്ഷീണിതരായ അവർ ഒരു കുന്നിൻ ചുവട്ടിൽ വിശ്രമിച്ചു. അവിടെ ഒരു കുളമുണ്ടായിരുന്നു. അവിടെ വെള്ളം കുടിക്കാനായി രൂപം താഴെ വെച്ച് ക്ഷീണം മാറ്റി പോകാൻ നോക്കുമ്പോൾ ആ രൂപം അനങ്ങുന്നില്ല. അവരെല്ലാവരും ശ്രമിച്ചെങ്കിലും ആ രൂപത്തെ അവിടെ നിന്ന് എടുത്തു മാറ്റാൻ സാധിച്ചില്ല. അത് ദൈവഹിതമാണെന്ന് മനസ്സിലാക്കി അവർ അവിടെ പള്ളി പണിതു. 1901 ഇന്ന് കാണുന്ന രീതിയിൽ ഒരു വലിയ പള്ളിയാക്കി ഇത് പുതുക്കി പണിതു. അതുപോലെ തന്നെ അത്തൂർ ഫെസ്റ്റ് എന്നറിയപ്പെടുന്ന ഇവിടുത്തെ പള്ളിപ്പെരുന്നാളൊക്കെ വളരെ പ്രസിദ്ധമാണ്. ജനസാഗരങ്ങൾ ഒഴുകിയെത്തുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പെരുന്നാളും കാര്യങ്ങളൊക്കെയാണ് അത്തൂർ ഫെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ ഹിസ്റ്ററി പറഞ്ഞ പോലെ, അതായത് ഇത് ഒരു വെള്ളം കുടിക്കാനായിട്ട് നിർത്തിയ സ്ഥലത്താണ് അപ്പോൾ അതായത് സെൻറ്റ് ലോറൻസിൻ്റെ ആ രൂപം അവിടെ നിന്ന് പോയത്. അപ്പം ആ കുളം ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആൾക്കാർ അവിടെ നിന്ന് പോയി വെള്ളമൊക്കെ എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനകത്ത് വലിയ മീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് നടക്കുന്നത് കേട്ടോ. പള്ളിയിൽ കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കയറി പ്രാർത്ഥിച്ചു. ഇതാണ് നമ്മുടെ ഐതിഹ്യത്തിൽ പറയുന്ന ആ ഒരു കുളം, വെള്ളം കുടിക്കാനായിട്ട് നിർത്തിയ കുളം. മിറാക്കിൾസ് പോണ്ട് എന്നാണ് അവർ എഴുതി വെച്ചിട്ടുണ്ട്. വേണ്ടേ, നമുക്ക് താഴേക്ക് ഇറങ്ങിച്ചെല്ലാം. അവിടെ നമ്മുടെ സെൻറ്റ് ലോറൻസ് വിശുദ്ധൻ്റെ ഒരു രൂപവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. വലിയ മീനുണ്ട് കേട്ടോ. എൻ്റെ അമ്മ, ആളുകൾ പൈസ എറിഞ്ഞു കൊടുക്കുന്നതാണ് ഇവിടെ ചില്ലറയൊക്കെ ആയിട്ട് കാണുന്നത് കേട്ടോ. വമ്പൻ മീനുണ്ട് കേട്ടോ, വമ്പൻ മീൻ. പക്ക ക്രിസ്റ്റൽ ക്ലിയറാണ് വാട്ടർ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മീനും കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് കാണാം. അതാണ് നമ്മൾ മിറാക്കിൾസ് പോണ്ടിൻ്റെ അവിടെയാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പം എന്നാ പറയുക, നമ്മളും അവിടെ വിശ്രമിക്കാനായിട്ട് ഇരുന്നതാണ്. ഭയങ്കര ചൂടാണ്. ഒരു 10 മിനിറ്റ് ഇവിടെ നിന്നിട്ട് നമ്മൾ പോവാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ആദ്യം ഗോമുണ്ടേശ്വര ടെമ്പിളിൽ പോയി അവിടെ നിന്ന് സെൻറ്റ് ലോറൻസ് വന്നു. കാർക്കള ഭാഗത്തെ പ്രധാനപ്പെട്ട 2 കാഴ്ചകളാണിത്. ഇവിടുന്ന് ഉടുപ്പിയാണ് അല്ലെങ്കിൽ മംഗലാപുരം പോവാം.
മംഗലാപുരം ഏകദേശം 70 കിലോമീറ്റർ, ഉടുപ്പി നമുക്കൊരു 40 കിലോമീറ്റർ, ഇതൊക്കെയാണ് ദൂരം വരുന്നത്. അപ്പോൾ നമ്മുടെ കാർക്കളയിലെ സെൻറ്റ് ലോറൻസ് ചർച്ചിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. ഇവിടുന്ന് നമ്മൾ ഇന്ന് രാത്രി നമ്മൾ മൈസൂർ വഴി കോഴിക്കോട്ടേക്കാണ് പോകുന്നത്. അവിടെ നമ്മളെ കാത്തൊരാൾ നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു പ്രമുഖനായിട്ടുള്ള യൂട്യൂബറാണ്. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള യാത്രയാണ് അടുത്ത് വരുന്നത്. അപ്പോൾ ആ യാത്രകളും മൈസൂരിൽ നിന്ന് നമ്മൾ കോഴിക്കോട് വരെ പോകുന്ന ആ ബസ്സിലുള്ള യാത്രയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒരു കിട്ടിലെ എപ്പിസോഡും കൂടെയാണ് നമ്മളിത് വൈൻഡ് അപ്പ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ദയവ് ചെയ്ത് കമൻറ്റ് അയക്കുക. നിങ്ങളുടെ ഒരു സ്നേഹമായിട്ടുള്ള ഒരു എന്നാ പറയുന്നത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരിക. എല്ലാം നമ്മൾ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ തന്നെ നമ്മൾ കാർക്കളയിൽ നിന്ന് ഇറങ്ങണം കേട്ടോ. ഇത്രയും ദിവസം 3 ദിവസം ഉണ്ടായിരുന്നു. 3 ദിവസം നമ്മൾ മനോരഞ്ജൻ്റെ കൂടെയാണ് താമസിച്ച കാര്യങ്ങളൊക്കെ. അപ്പോൾ അതേണ്ട നമ്മുടെ കാർക്കളയിലെ അതായത് ഉടുപ്പി വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നമ്മൾ വിചാരിക്കുന്നു. അപ്പോൾ ഇവിടുന്ന് നമ്മൾ പോകുന്നത് കോഴിക്കോട്ടേക്കാണ് കേട്ടോ. അവിടെ നമുക്ക് ഒരു അടിപൊളി യാത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതോടുകൂടി നമ്മുടെ ഈ യാത്ര സീരീസ് അവസാനിക്കും കേട്ടോ. അപ്പോൾ അതേണ്ട മനോരണ ഒരുപാട് നന്ദിയും കാര്യങ്ങളും കേട്ടോ. മനോരണ ഫാമിലിയാണ് കേട്ടോ. പിള്ളേരുടെ പേരൊന്ന് പറഞ്ഞടാ, പെട്ടെന്ന് പേര് പറഞ്ഞേ. പേര് പറഞ്ഞു. അലീസ, ബ്രിയോൺ, അങ്ങനെ നമ്മുടെ പുലിക്കൂട്ടന്മാരായ പിള്ളേരാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ ഫുഡെല്ലാം കഴിച്ചു, അടിപൊളിയാണ്. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങാം കേട്ടോ. 9:15 ഇവിടുന്നുള്ള ബസ്. ഇവിടുന്ന് പിടിച്ചിട്ട് നേരെ കോഴിക്കോട്ടേക്ക്. അപ്പോൾ അടുത്ത കാഴ്ചയായിട്ട് വീണ്ടും കാണാം. ബൈ.